ഈ സാല കപ്പ് നമ്മുടെ അപ്പോൾ RCB ഫാൻസിനെല്ലാവർക്കും സന്തോഷമായില്ലേ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഒരു അത്യുജ്വലൻ വിജയം നേടിക്കൊണ്ട് RCB ആദ്യ കളിയിൽ വരവറിയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഭാഗ്യമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ആശങ്കപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. എനക്കൊന്ന് പിച്ചിന്റെ ഒരു ഘടനം ആണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ എല്ലാവർക്കും വളരെ നന്നായിട്ട് ബാറ്റിംഗ് നടത്താൻ പറ്റിയെങ്കിലും ബൗളർമാർക്കാർക്കും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വളരെ മികച്ച ഒരു പ്രകടനമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി നന്നായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് RCBയുടെ കൃണാൽ പാണ്ഡ്യ മാത്രമാണ്. നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മെയിൻ സ്ട്രൈക്ക് ബൗളറായിട്ടുണ്ടായിരുന്ന, നല്ല വിക്കറ്റ് ടേക്കറായിട്ടുണ്ടായിരുന്ന വരുൺ ചക്രവർത്തി പോലും വളരെ നന്നായിട്ട് അടി വാങ്ങി. കൺട്രോളിംഗ് ആയിട്ട് ബോൾ ചെയ്തു എന്ന് പറയുന്നത് ഒന്ന് സുനിൽ നരേനാണ്. മിഡിൽ ഓവേഴ്സിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇന്ത്യയുടെ വളർന്നു വരുന്ന പേസ് ബോളറായ ഹർഷിത് റാണ ബൗൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹവും തീർത്തും നിറമങ്ങുന്ന ഒരു പ്രകടനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം കൊൽക്കത്തക്കാണ്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യ രഹാന ഭയങ്കര എക്സ്പ്ലോസീവായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കുറച്ച് തണുപ്പം മട്ടാണ്. എവിടെ ഏത് ഫീൽഡിനെ നിർത്തണം എന്നൊന്നും അറിയാത്ത രീതിയിലേക്ക് ആണ്. അല്ലെങ്കിൽ അവർ ബോളിംഗ് ചൂസ് ചെയ്യുമ്പോഴും ഫീൽഡിങ് എവിടെയൊക്കെയാണ് കൊണ്ടുപോയി നിർത്തേണ്ടതെന്നൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് പോലെ തോന്നി. RCBക്ക് കുറച്ചും കൂടി 17 കൊല്ലമായില്ലേ ഇങ്ങനെ ഒരു പരിപാടി. പിന്നെ അവർക്ക് അതൊന്നും വലിയ പുത്തരിയാണെന്ന് തോന്നില്ല. ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാർ കുറച്ച് ആശങ്കയോടെ നിൽക്കുന്ന സമയത്ത് കോഹ്ലി ഭയങ്കര കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. സ്പിന്നർമാരായിട്ട് പിടിക്കാമെന്ന് പറയുമ്പോഴും മുന്നിൽ നിൽക്കുന്ന കിങ് കോഹ്ലി എന്ന ഒരു വൻമതിൽ ആദ്യ ഓവറുകളിൽ ഹിൽസാൾട്ടിന്റെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനം കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ പ്രശ്നം RCBക്ക് വരാൻ പോകുന്ന ദേവദത്ത് പടിക്കലിന്റെ പ്രകടനമായിരിക്കണം. അയാളുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാനൊരു അടിക്കാൻ പോകുന്ന അഗ്രഷൻ കാണിക്കാൻ പോകുന്നു എന്നുള്ള ലെവലിലേക്ക് പോകുന്നതേ ഇല്ല. കൊൽക്കത്ത എന്റെ മനസ്സിൽ കടലാസിൽ നല്ല പുലികളായിരുന്നു. അവസാന 4 എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ക്യാപ്റ്റൻസിയുടെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ മുന്നിൽ പ്രശ്നമായിട്ട് കാണുന്നത്.